CPIM-ന്റെ ആഭിമുഖ്യത്തിൽ ഷായി അയ്യാരിൽ അനുസ്മരണ സമ്മേളനം നടത്തി. CPIM അഴീക്കോട് ലോക്കൽ കമ്മിറ്റി അംഗവും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായിരുന്ന ഷായി അയ്യാരിലിന്റെ 3ാം വാർഷിക അനുസ്മരണ സമ്മേളനം CPIM ഏരിയ സെക്രട്ടറി KR ജൈത്രൻ ഉദ്ഘാടനം ചെയ്തു. ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. അങ്ങനെ വന്ന കുട്ടികളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഏതായാലും ഈ ചുറ്റുപാട് തന്നെ നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ 51ഓളം വിദ്യാർത്ഥികൾ ഈ രംഗത്ത് ഉണ്ട് എന്നുള്ളത് ഏറ്റവും തന്നെ നമ്മുടെ നാടിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് വളർച്ചയാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഇത്രയധികം കുട്ടികളൊക്കെ ഒരേ സമയത്ത് ഇങ്ങനെ പഠിച്ച് പാസ്സായി വരിക എന്നുള്ളത് തന്നെ നമ്മുടെ പ്രദേശത്തെ വിദ്യാഭ്യാസത്തിൻ്റെ വൈപുല്യത്തെ, വികാസത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. ആ രീതിയിൽ നമ്മുടെ പ്രദേശം നല്ല വിദ്യാഭ്യാസമുള്ളവരുടെ നാടായി നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഭാവി ഉണ്ടാകട്ടെ. ആ ഭാവി ഉണ്ടാകുന്നതിന് ഈ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹനം പ്രചോദനമാകട്ടെ എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഷായി അയ്യാരിന്റെ മഹത്തായ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരു പിടിച്ചോർമ്മ പൂക്കൾ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്ന ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്ന പരിപാടി. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ സമ്മേളനത്തിൽ അനുമോദിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗം KV രാജേഷ് അനുമോദന പ്രഭാഷണം നടത്തി. മുൻബെഞ്ചിലിരിക്കുന്നവരെയാണ് അധ്യാപകർ പലരും ശ്രദ്ധിക്കുക. പിൻബെഞ്ചിൽ പോലും ഇരിക്കാൻ സ്ഥലമില്ലാത്തവരാണ് പിന്നീട് ക്ലാസ് റൂമിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവരും എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. പക്ഷെ അധ്യാപകൻ സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ ബസ് വഴി പോകുന്ന മധ്യേ ബസ്സിലേക്ക് കയറുമ്പോൾ ആദ്യം എഴുന്നേറ്റ് കൊടുക്കുന്നത് പിൻബെഞ്ചിൽ പോലും സീറ്റ് കിട്ടാതെ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവനായിരിക്കും. പക്ഷെ അതൊന്നും മനസ്സിലാക്കാൻ അധ്യാപകൻ വീണ്ടും സ്കൂളുള്ള ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുകയും വീണ്ടും മുൻബെഞ്ചിൽ ഇരിക്കുന്നവരെ ശ്രദ്ധിക്കുകയും ചെയ്ത പഴയ കാര്യങ്ങളെ കുറിച്ചും ഈ സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതാണ്. അങ്ങനെ പിന്തള്ളപ്പെട്ടവരാണ് പലയിടങ്ങളിലും ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളത് എന്നും കൂടി നമ്മൾ കണ്ടുപോകണം. ലോകത്തിനകത്ത് പിന്തള്ളപ്പെട്ട ഒരാളുണ്ട്. അത് ഇവിടെ വന്നിരിക്കുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അറിയാം. മണ്ടൻ എന്ന് പറഞ്ഞ് നടന്നിരുന്ന ഒരു വിദ്യാർത്ഥിയുണ്ട്. സ്കൂളിലെ ടീച്ചർമാർ മണ്ടനാണെന്നും പറഞ്ഞുകൊണ്ട് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരു വിദ്യാർത്ഥിയുണ്ട്. സ്കൂളിലെ ടീച്ചർമാർ വിളിച്ചു വരുത്തി ഒരു കത്ത് അമ്മയെ ഏൽപ്പിച്ചുകൊണ്ട് മകനോടും ഒപ്പം അമ്മ ഇറങ്ങിപ്പോകുമ്പോൾ മകൻ അമ്മയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് അമ്മയെ കത്തിലെന്ന്. അമ്മ കത്ത് നോക്കി കരയുകയല്ലാതെ മകനോടൊന്നും പറഞ്ഞില്ല. കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ മകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മ പറഞ്ഞതാണ്, മകനെ നിന്നെ പഠിപ്പിക്കാൻ ബുദ്ധിയുള്ള ടീച്ചർമാർ ഈ സ്കൂളിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് ഈ സ്കൂളിൽ നിന്ന് നമ്മളോട് പുറത്തു പോകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വർഷങ്ങൾ കഴിഞ്ഞ് അമ്മയുടെ മരണശേഷം ആ മകൻ വലുതായി ആ ഡയറി കുറിപ്പുകൾ അമ്മയുടെ പഴയ ഡയറി എടുത്ത് പരിശോധിച്ചപ്പോൾ ആ ഡയറിക്കുള്ളിൽ ഒരു കത്ത് കണ്ടു. KS സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. നൌഷാദ് കറുകപ്പാടത്ത്, KV ഇന്ദിര, PK അസീം, നജ്മൽ ഷക്കീർ, EK തമ്പി, സജിത രതീഷ്, നൌഷാദ് കൈതവളപ്പിൽ, ES റാഫി, KV പ്രദീപ്, MC സന്ദീപ്, അഷ്റഫ് പൂവത്തിങ്കൽ, അഡ്വക്കേറ്റ് VA സബാഹ്, അംബിക ശിവപ്രിയൻ എന്നിവർ സംസാരിച്ചു.